വിലായത്ത് ബുദ്ധ ഫസ്റ്റ് ഡേ കളക്ഷൻ. ഈ സിനിമ അത്യാവശ്യം നല്ല ബഡ്ജറ്റിലാണ്, ഒരുപാട് തവണ വീണ്ടും റീഷൂട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി വന്ന സിനിമയാണ്. ലാസ്റ്റ് ഒരു 30 മിനിറ്റ് കൊണ്ട് കുളവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെയും ഗംഭീരമായി പോയ സിനിമ മൊത്തത്തിൽ ലാസ്റ്റിൽ അങ്ങ് നെഗറ്റീവായി. എന്തായാലും ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഏകദേശം ട്രാക്കേഴ്സിന്റെ കണക്കനുസരിച്ച് 2.25 കോടിയാണ് ഇതിന്റെ കളക്ഷൻ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അതല്ല, സെക്കൻഡ് ഡേ വന്നപ്പോൾ ഇത് നന്നായിട്ട് കളക്ഷൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്നാലും നല്ല ഡ്രോപ്പാണ് വിലായത്ത് ബുദ്ധ. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച കൂടി നമുക്ക് സിനിമയാണൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല ഡ്രോപ്പ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഡിസാസ്റ്ററിലേക്ക് മാറാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. എക്കോ ഒരു സൂപ്പർ താര പരിവേഷവും ഇല്ലാതെ കിഷ്കിന്ദ കാണ്ഡത്തിന്റെ ദിൻജിത്ത് സംവിധാനം ചെയ്ത പടം ഗംഭീര ക്വാളിറ്റിയിൽ, ഗംഭീര ടെക്നിക്കലി ഇതായിട്ട് ഗംഭീരമായിട്ടുള്ള അഭിനയത്തിന്റെ എല്ലാവരും, അതായത് സന്ദീപ് ആണ് നായകൻ. സന്ദീപിന് ഒരു സ്റ്റാർ വാല്യൂ ഒന്നുമില്ല, പക്ഷേ ഇതിനുശേഷം സന്ദീപ് ഒരു സ്റ്റാർ ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നല്ല ഗംഭീര പെർഫോമൻസ് ആണ്. ഇതിന് ഫസ്റ്റ് ഡേ കളക്ഷൻ വേൾഡ് വൈഡ് ഏകദേശം ഒരു 1.25-1.5 കോടിക്ക് അടുത്ത് വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം സെക്കൻഡ് ഡേ അതിന്റെ ഇരട്ടി കളക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓരോ ദിവസം കളക്ഷൻ കൂടി വരാനുള്ള ചാൻസ് എന്തായാലും എക്കോയ്ക്കുണ്ട്. പിന്നെ ഒരു സ്ലോ പേസ്ഡ് ആണ്. എല്ലാവർക്കും ഒരുപോലെ അതിഗംഭീരം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതിഗംഭീരം എന്ന് എല്ലാവർക്കും ഒരേ ലെവലിൽ കാണാൻ പറ്റുന്ന രീതിയിൽ, പക്ഷെ നല്ല രസമായിട്ട് നല്ല ഗംഭീര തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു തിയേറ്റർ, വന്യമായ ആ കാടിൻ്റെ ഇതിലൊക്കെ കാണുമ്പം ഒരു രക്ഷയില്ലാതെ നമുക്ക് അത് ഫീൽ ചെയ്യും. അതെന്തായാലും അന്നേരം ഇത് കളക്ഷൻ ഒരുപാട് നല്ല കളക്ഷൻ കിട്ടണം. ഗംഭീര ചിത്രമായതുകൊണ്ട് ഇനിയും മുന്നോട്ട് ഓരോ ദിവസവും ഗംഭീര കളക്ഷൻ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.